അപ്പോ ഈ മാസം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ സ്പെഷ്യൽ ആയിട്ടൊരു പ്രാധാന്യമേറിയ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്. ഇച്ചിരി വിശേഷമായ കുറച്ച് കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് അറിയണ്ടേ? അപ്പൊ നമുക്കൊന്ന് അറിയാം. ബിആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my restless mind at ease. See the world through my own eye, oh. Got a good vibe, I no feel lie, oh. We just they move to the rhythm, oh. Yeah, we just they leave it, oh. Yeah, we just they leave it, oh. ഗുരുവായൂർ ദേവസ്വം സംഘടിപ്പിക്കുന്ന പ്രശസ്തമായ സംഗീത പരിപാടിയാണ് അഷ്ടപതി സംഗീതോത്സവം. ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദത്തിൽ അഷ്ടപതിയുടെ സോപാന സംഗീത ശൈലിയിലാണ് അവിടെ പാടുന്നത്. അതുപോലെ തന്നെ ഇത് വൈശാഖ മാസത്തിൽ പ്രാധാന്യമായിട്ടാണ് സംഭവം നടക്കുന്നത്, ഗുരുവായൂർ ദേവസ്വം നടത്തുന്നത്. അത് മാത്രമല്ല, ഇത് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിലാണ് നടക്കുന്നത്. വൈശാഖ മാസം ഒരു മാസം സംഭവം. അതായത് പ്രാധാന്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ കുറെ അഷ്ടപതി ആചാര്യന്മാര് അണിനിരക്കുന്ന ഒരു വേദിയും കൂടിയാണ്. അതുപോലെ തന്നെ ചെമ്പൈ സംഗീതോത്സവ മാതൃകയിലാണ് ഈ അഷ്ടപതി സോപാന സംഗീതം നടക്കുന്നത്. അതിൽ ഒരുപാട് കലാകാരന്മാർ വന്നിട്ട് അഷ്ടപതി അർച്ചന ഗാനമായിട്ട് അവിടെ സമർപ്പിക്കുന്നു. അപ്പൊ നല്ലൊരു പ്രോഗ്രാമുകളാണ് അത് കേട്ടോ, അല്ലേ? പ്രശസ്തരായ സോപാന സംഗീത യജ്ഞന്മാരാണ് കൂടുതലും വരിക. അവര് പങ്കെടുത്തുകൊണ്ട് നല്ല രീതിക്ക് നടത്തുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞങ്ങൾ ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാർ, അതായത് ഈ മറ്റേ അഷ്ടപതി പാടുന്ന എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലപ്പുഴ വിജയകുമാർ സാർ, അതുപോലെ തന്നെ ഈലൂർ ബിജു സാറ്, പിന്നെ ഗുരുവായൂരുള്ള ഗുരുവായൂർ ജ്യോതിയാശാനും, അങ്ങനെ കുറച്ച് പേരും കൂടിയിട്ട് നടത്തുന്ന ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് അവരെല്ലാവരും പാടും, നല്ല രസമാണ് കേൾക്കാനായിട്ട്. അത് കാണാനായിട്ട് കുറെ ആൾക്കാർ വരികയും ചെയ്യും. നല്ലൊരു പരിപാടിയും കൂടിയാണ്. വൈശാഖ മാസത്തിലെ നല്ല പ്രധാനപ്പെട്ട ഒരു പരിപാടിയും കൂടിയാണ് അത്. അപ്പൊ ഈ സോപാന സംഗീതം പാടണമെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന് അപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് പാടാനുള്ള പറ്റുള്ളൂ. അതൊരു അപ്ലിക്കേഷൻ ആണ്. അതിന്റെ ഫോം ഫില്ല് ചെയ്യണം. അത് മാത്രമല്ല, ഇത് നല്ല രീതിക്ക് പാടുന്നത് മാത്രമല്ല, ഇത് പണ്ടുകാലത്തെ രീതിയിലുള്ള ആ ഒരു പരമ്പരാഗത ശൈലിയിൽ അത് നടത്തുന്ന അതേ രീതിയിൽ വേണം അത് പാടാനായിട്ട്. ആ ഒരു അങ്ങനത്തെ പാടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തന്റെ ഗുരുവിന്റെ സമ്മതപത്രം കൂടി വേണം. ഈ രണ്ടും കൂടി ഉണ്ടെങ്കിൽ അവിടെ പരിപാടി അവതരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് പാരമ്പര്യമായിട്ട് പഴയ രീതിയിൽ അതിന്റെ ചിട്ടയോടുകൂടി പഠിക്കുന്ന മറ്റേ സംഗീതം. കാരണം എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കൈകൊട്ടി കളി പല അമ്പലങ്ങളിലും പറ്റില്ല. കാരണം അത് പുരാതന രീതിയിലുള്ള തിരുവാതിരക്കളി മാത്രമേ പറ്റുള്ളൂ. കാരണം അതേപോലെ തന്നെ ഈ സംഭവത്തിൽ പുരാതന രീതിയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളെ പഠിച്ച് ആൾക്കാർക്ക് മാത്രം അത് കൃത്യം അതേപോലെ തന്നെ ആവണം. ശൈലിയൊന്നും പുതിയതായിട്ട് പാടില്ല. പിന്നെ അതുപോലെ ആശാന്റെ ആശാന്റെ കീഴിലാണ് പഠിച്ചെങ്കിൽ ആ ആശാന്റെ സമ്മതപത്രം കൂടി വേണം. കാരണം ഇപ്പൊ പലരും പല രീതിക്കാണ് പഠിക്കുന്നത്. ഇപ്പൊ ഓൺലൈൻ വഴി പല രീതിയിലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ അതുപോലെ അതിൻ്റെതായിട്ടുള്ള ചിട്ടയോടുകൂടി പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇവിടെ പാടാനുള്ള ഒരു അവസരം എന്നൊരുക്കുന്നുള്ളൂ. മാസങ്ങളിൽ പ്രാധാന്യവും ഭഗവാൻ മഹാവിഷ്ണു പ്രാധാന്യമേറിയതുമായ മാസമാണ് വൈശാഖം. ഈ മാസത്തിലുടനീളം ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിധരായിരിക്കുമെന്നാണ് വിശ്വാസം. 2025 ഏപ്രിൽ 28 മുതൽ മെയ് 27 വരെയാണ് വൈശാഖ മാസകാലം. ഈ കാലയളവിൽ ചില ചിട്ടകൾ പാലിക്കുന്നതിലൂടെ വർഷം മുഴുവൻ ഐശ്വര്യം നിലനിർത്താൻ സഹായകമാകും എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതിൽ പ്രധാനമാണ് പ്രഭാത സ്നാനം, ജപം, ദാനം, ക്ഷേത്ര ദർശനം എന്നിവ. ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ജപത്തിനും പൂജയ്ക്കും ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കും ദാനധർമ്മങ്ങൾക്കുമെല്ലാം 10 മടങ്ങ് ഫലമുണ്ടെന്നാണ് വിശ്വാസം. പ്രഭാതം പുലരുന്നതുവരെ ജലാശയങ്ങളിലെല്ലാം ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് നിലവിളക്ക് തെളിയിച്ച് നാമജപം നടത്തുന്നത് അത്യുത്തമം. കുളിക്കുന്ന വെള്ളത്തിലേക്ക് 3 തവണ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ഗംഗേ ചൈ യമുനേ ചൈവ ഗദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് ജപിച്ച് സമർപ്പിക്കുക. വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനം പോലെ പ്രാധാന്യമാണ് പ്രഭാത പൂജയും നാമജപവും. ഭഗവാന്റെ
ചിത്രത്തിന്റെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ചു മംഗള ആരതി 3 തവണ ഒഴിഞ്ഞ ശേഷം വിഷ്ണു ഗായത്രി ജപിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം നിറയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കുറഞ്ഞത് 9 തവണയെങ്കിലും വിഷ്ണു ഗായത്രി ജപിക്കണം. 108 തവണ ജപിക്കുന്നത് ശേഷം വിഷ്ണു പ്രീതികരമായ മറ്റു മന്ത്രങ്ങൾ ഭക്തിയോടെ ജപിച്ച് ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്ന് വിഷ്ണു ഗായത്രി ജപിക്കാം. മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപിച്ച ശേഷമാവണം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാൻ. രാത്രി ജപം പാടില്ല. ഈ കാലയളവിൽ ഭഗവാന്റെ മൂലമന്ത്രമായ അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ 108 ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭാഗവതം എന്നിവ മാധവമാസകാലത്ത് പാരായണം ചെയ്യുന്നത് അഭിഷ്ടസിദ്ധി നൽകുന്നു. ജീവിത തിരക്കിനിടയിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവർ ശ്രീരാമ മന്ത്രം 3 തവണ ജപിക്കുന്നതിലൂടെ സഹസ്രനാമ ജപപുണ്യം സാധാരണക്കാർക്ക് ലഭ്യമാകുന്നു. ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ പ്രധാനമാണ് വിഷ്ണു ദ്വാദശ നാമങ്ങൾ ജപിക്കുന്നത്. നിത്യവും ജപിക്കുന്നതിലൂടെ ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകലുകയും രോഗദുരിതശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ച ശേഷമാണ് വിഷ്ണു ദ്വാദശ നാമങ്ങൾ ജപിക്കേണ്ടത്. 108 തവണ ജപിച്ചാൽ സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും കുറഞ്ഞത് 12 തവണയെങ്കിലും ജപിക്കുന്നത് ഉത്തമമാണ്. ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ക്ലേശങ്ങളെ തരണം ചെയ്യാൻ ഈ മന്ത്രം ജപിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. വിശാഖമാസം മുഴുവൻ വ്രതം നൂറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് ഉത്തമമാണ്. വൈശാഖ മാസത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. നല്ലൊരു പരിപാടിയാണത്. പറ്റുന്നവർക്ക് എല്ലാവർക്കും വരിക. ഇപ്പൊ ഇങ്ങോട്ട് ഗുജറാത്ത് വരാനാണെങ്കിൽ സ്ട്രൈറ്റ് ട്രെയിനും കിട്ടും. തൃശ്ശൂരിൽ നിന്നാണെങ്കിലും എറണാകുളത്ത് നിന്നും എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ. കാരണം ഇവിടം വരെ ഉള്ള ട്രാക്ക്, പിന്നെ വേറെ ട്രാക്ക് ഇല്ലല്ലോ. ഈ വൈശാഖ മാസത്തിന് വൈകുണ്ഠ മാസം അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. അങ്ങനെ മാസത്തിന് വൈകുണ്ഠ മാസം ഒന്നും മതി. അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.